ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, നിങ്ങൾ തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരു കോമഡി ത്രില്ലറാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതും ഇന്ത്യ പാക് യുദ്ധം കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് കാണാൻ പറ്റിയ പടാതെ. നമ്മളെപ്പോലെ തന്നെ പരസ്പരം ശത്രുക്കളായ മറ്റ് രണ്ട് രാജ്യങ്ങളാണ് സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും. ബോർഡറിൽ എല്ലാ സമയത്തും ഇവർ തമ്മിൽ വഴക്ക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗത്ത് കൊറിയയിലെ ഒന്നാം സമ്മാനം കിട്ടിയ ഒരു ലോട്ടറി നോർത്ത് കൊറിയക്കാരുടെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ എന്തായിരിക്കും പുകില? ആ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ നോർത്ത് സൗത്ത് കൊറിയ ബോർഡർ, അവിടെ നോർത്ത് കൊറിയക്കാർ ഒരു ആകാശബാണം പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ട് സൗത്ത് കൊറിയൻ പട്ടാളക്കാർ പേടിക്കും. അവന്മാർ രണ്ടും കൽപ്പിച്ച് എന്തോ ചെയ്യാനുള്ള പുറപ്പാടാണ് സാർ, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ക്യാപ്റ്റനോട് ചോദിക്കും. ഉടനെ ക്യാപ്റ്റൻ പറയാണ്, എന്നൊരു കാര്യം ചെയ്യ്, 50 വെടി അവരെ നേരെ ആകാശം നോക്കി വെടിക്കും, എന്നിട്ട് അവന്മാർ അടങ്ങിയിരിക്കുകയോ നോക്കാം. ഇവരങ്ങനെ ഒരു 50 വെടി പൊട്ടിക്കുന്നുണ്ട് തോക്കില്. ഇത് കണ്ടു കഴിയുമ്പോൾ നോർത്ത് കൊറിയക്കാരും ഉണ്ടായിരിക്കില്ല. അവന്മാർ 50 പൊട്ടിച്ചോ, എന്നാൽ നമുക്ക് 200 പൊട്ടിക്കാന്ന് പറഞ്ഞ് ഇവർ തിരിച്ച് 200 പൊട്ടിക്കുന്നു. നേരിട്ട് വെടിവെക്കല്ല, എല്ലാം ആകാശത്തേക്കാണെന്ന് മാത്രം. ഇങ്ങനെ പരസ്പരം വിട്ടുകൊടുക്കാതെ പട്ടാളക്കാർ തമ്മിൽ പോലും മുടിഞ്ഞ ശത്രുതയാണ് ബോർഡറിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ടൗണിലൊരു ബാറിൽ കുറച്ച് പെൺകുട്ടികൾ വന്ന് അവിടെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി സെയിൽ ചെയ്യുന്നു. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലരത് വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ വാങ്ങിച്ചതിലെ ഒരാൾ ഇത് സൂക്ഷിച്ചു വെക്കുന്നൊന്നുമില്ല. ആ സമയത്താണ് ബോർഡറിൽ വെടിപൊട്ടുന്ന വിവരം അറിഞ്ഞിട്ട് ഈ പട്ടാളക്കാരെ മൂത്ത ഓഫീസർ കേണൽ ജീപ്പിൽ ആ സ്പോട്ടിലേക്ക് വേഗത്തിൽ പോകുന്നു. അപ്പോഴാണ് ഇവിടെ കുടിയന്മാർ ലോട്ടറി സൂക്ഷിക്കാത്തതുകൊണ്ട് അവിടുത്തെ അടിച്ചുവാരി ചേച്ചി ഇതൊക്കെ കൊണ്ടുപോയി വേസ്റ്റി തട്ടും. ആ വേസ്റ്റിൽ നിന്ന് ഈ ഒരു ലോട്ടറി മാത്രം ബോർഡറിലേക്ക് പോകുന്ന കേണലിന്റെ ജീപ്പിന് പുറകെ പറന്നുപോയി കൊളത്തി നിൽക്കും. ജീപ്പ് അങ്ങനെ നേരെ ബോർഡർ മിലിറ്ററി ക്യാമ്പിനകത്തേക്ക് പോവാ. അവിടെ പുറത്ത് കാവലായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ സൗത്ത് കൊറിയൻ നായകൻ. അവന്റെ കയ്യിലേക്കായിരിക്കും ഈ ലോട്ടറി ചെന്ന് കിട്ടുന്നത്. അവനത് എടുത്തു നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പടമൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ലോട്ടറി ടിക്കറ്റാ. ഇന്നാണ് അതിന്റെ നറുക്കെടുപ്പ്. അവനത് എടുത്തു വെക്കും. അത് കഴിഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കൂടെയുള്ള ബാക്കി പട്ടാളക്കാരെല്ലാം ചേർന്ന് ഒരു ചെറിയ മത്സരം. അതിൽ ഹീറോ പശുവിന്റെ പാല് കുടിച്ചിട്ട് അത് ഏത് പശുവിന്റെ പാലാണെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ പേര് പറയണം. ഹീറോ വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിച്ചു പറയും. പാർക്ക് എന്നാണ് അവന്റെ പേര്. പാർക്ക് ചെറുപ്പം മുതലേ പശുവിനെയും പന്നീനെയും കോഴീനെയൊക്കെ വളർത്തിയതുകൊണ്ട് ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ പുള്ളിയാണ്. പിള്ളേര് രാത്രിയായിട്ടും കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചീഫ് വന്ന് ചീത്ത പറഞ്ഞ് എല്ലാവരും കിടക്കാൻ പറയും. ഡ്യൂട്ടിക്ക് പോകേണ്ടവർ പോയിട്ട് ബാക്കിയുള്ളവർ കിടക്കണം. ആ സമയത്താണ് ഹീറോ തന്റെ ജൂനിയർ ചെറുക്കനോട് എനിക്കിനി എത്ര ദിവസം ഉണ്ടടാന്ന് ചോദിക്കുന്നു. ഇനിയും 97 ദിവസം കഴിഞ്ഞാൽ ഹീറോയുടെ ആർമിയിലെ സർവീസ് ടൈം കഴിഞ്ഞു, അവന് വീട്ടിൽ പോവാം. 10 വർഷമാണ് അവരെ നാട്ടിൽ സർവീസ് ചെയ്യേണ്ട ആവശ്യം. അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ആള് TV ഓൺ ചെയ്ത് ഇന്നത്തെ ലോട്ടറി നറുക്കെടുപ്പ് വെക്കുകയാണ്. അപ്പം അതിൽ ആദ്യ നമ്പർ കറക്റ്റായിട്ട് വന്നു. നമ്മുടെ ഇന്നസെന്റ് ചിരിക്കുന്ന പോലെ, എടാ എൻ്റെ ആദ്യ നമ്പർ കറക്റ്റായിട്ട് വന്നടാ, ഇനി ബാക്കി വരുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത നമ്പറിൽ നോക്കും, അതും കറക്റ്റാ. അടുത്ത നമ്പർ നോക്കും, അതും കറക്റ്റാ. ഇപ്പം ആളുടെ മോന്തെങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. 5 നമ്പറും കറക്റ്റായിട്ടുണ്ട്. ഇനി 6ാമത്തെ നമ്പർ. അത് പറയുമ്പോഴേക്കും ഇവരെ ക്യാപ്റ്റൻ വന്ന് TV ഓഫാക്കിയിട്ട് എന്താണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്, കിടന്നുറങ്ങണമെന്ന് പറയും. ഇപ്പം ഹീറോ ആണെങ്കിൽ ക്യാപ്റ്റൻ ആണെന്ന് പോലും നോക്കാതെ പുള്ളിയെ തല്ലി മാറ്റിയിട്ട് വീണ്ടും TV ഓണാക്കുക. നോക്കുമ്പോൾ അവസാന നമ്പറും കറക്റ്റായി. അടുത്ത സെക്കൻഡ് അവൻ്റെ കണ്ണെല്ലാം മോളിൽ പോയി ചെക്കൻ ബോധം കെട്ട് വീണു. കൂടെയുള്ളവർക്ക് മനസ്സിലാവില്ല അവൻ എന്താ പറ്റിയെന്ന്. പിറ്റേന്ന് ക്യാൻറ്റീനിലിരുന്ന് അവൻ ചിരിക്കുക. കുറേ നേരം ചിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കരയുക. കൂടെയുള്ളവർക്ക് ആകെ സംശയമായി. ഇനി അവൻ പാല് മാറി കുടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയതാണോ, ഇവരെന്താ പറ്റിയെന്ന് ചോദിക്കും. ഈ ലോകം എത്ര സുന്ദരമാണ് എന്നവൻ പറഞ്ഞിട്ട് വീണ്ടും ചിരിക്കുക. അത് കഴിയുമ്പോൾ ഹീറോ കൺട്രോൾ റൂമിലേക്ക് വരും. ബോർഡറിൽ ഇവർക്കൊരു കൺട്രോൾ റൂമും ഒപ്പം മൈക്ക് സെറ്റും ഒക്കെ ഉണ്ട്. അതേപോലെ എതിർഭാഗത്ത് നോർത്ത് കൊറിയയുടെ ഒരു കൺട്രോൾ റൂമും മൈക്ക് സെറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. അവരവിടെ നിന്ന് സൗത്ത് കൊറിയയ്ക്ക് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തെറി പറയും. അതേപോലെ ഇവര് നോർത്ത് കൊറിയക്കാർക്ക് രാവിലെ തെറി പറയും. ഇതാണ് കാലത്തെ ദിനചര്യ. ഇപ്പൊ നോർത്ത് കൊറിയയിൽ ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. അവള് സൗത്തിലെ ചേട്ടന്മാർക്കൊക്കെ സുഖമാണോ, സൂക്ഷിച്ചിരുന്നോ, ഞങ്ങൾ എപ്പോഴാ ബോംബിടുക എന്ന് പറയാൻ പറ്റില്ല, ശ്രദ്ധിച്ചിരുന്നോ എന്ന് പറയും. അപ്പം ഇവിടെ നിന്ന് ഹീറോ നോർത്ത് കൊറിയൻ സോൾജേഴ്സ്, ഇന്ന് മഴ വരാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങളുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് കണ്ടുപിടിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഒരു ഇൻഫർമേഷൻ തന്നാന്ന് പറയും. അപ്പം നോർത്തിലെ പെണ്ണ് ഞങ്ങളുടെ സാറ്റലൈറ്റ് കണ്ടുപിടിച്ച് പറഞ്ഞു ഇന്ന് മഴ വരില്ലെന്ന്, നിങ്ങൾ പൊട്ടൻ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറയും. നമ്മളെപ്പോലെ തന്നെ സെയിം, അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം. എന്നിട്ട് ഈ പെണ്ണ് എതിർഭാഗത്തുള്ള വളിയൻ പട്ടാളക്കാരന് വേണ്ടി ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക, അതായത് ഹീറോയ്ക്ക് വേണ്ടി. ഹീറോയുടെ മുഖമൊന്നും അവൾ കണ്ടിട്ടില്ല. എന്നാൽ ഈ മൈക്കി സംസാരിക്കുന്ന ആളോട് ഭയങ്കര ദേഷ്യ പെണ്ണിന്.
അവൾ ഫാർട്ട് ഫാർട്ട് ബൂം ബൂം, ഫാർട്ട് ഫാർട്ട് ബൂം ബൂം. മൂട്ടിൽ കൂടെ ബോംബിടുന്ന പട്ടാളക്കാരനാരാ? അതാണ് നമ്മുടെ സൗത്ത് കൊറിയൻ പട്ടാളക്കാരൻ. ഇത് പറഞ്ഞാൽ പെൺകുട്ടി കളിയാക്കുമ്പോൾ നോർത്തിലെ പട്ടാളക്കാരെല്ലാം ചിരിക്കുന്നു. നമ്മുടെ പാർക്കാണെങ്കിൽ നോർത്തിലെ സോൾജർ പെൺകുട്ടിയുടെ മോന്ത വൃത്തിയട്ട മോന്തയാ. അതുകൊണ്ട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി വന്നിരുന്ന് പാടുന്നതാണ്. വേറെ പണിയൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് മൈക്കിൽ കൂടെ ഇൻസൾട്ട് ചെയ്യും. അത് കേൾക്കുമ്പോൾ സൗത്ത് കൊറിയൻ പട്ടാളക്കാർ ഹാപ്പി. ഇങ്ങനെ പരസ്പരം ഇവർ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ സൗത്തില് ഒരു പട്ടാളക്കാരൻ പോയി ക്യാപ്റ്റനോട് പറയുന്ന ഹീറോയ്ക്ക് കാര്യമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട്, മാനസിക പ്രശ്നമുള്ളതുപോലെ. തനിയെ ചിരിക്കുന്നു, നടക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. അവന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ആശുപത്രി കൊണ്ടുപോകണം, അല്ലെങ്കിൽ വയലന്റ് ആകുമെന്ന് പറയും. ഈ നേരത്ത് ഹീറോ ബോർഡറിൽ ഇരുന്നിട്ട് പണക്കാരനായാൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, മനുഷ്യരോട് എങ്ങനെയൊക്കെ ഇടപഴകണം, എങ്ങനെ ഒരു നല്ല പണക്കാരനാകാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ജൂനിയർ ചെറുക്കൻ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു. തോക്ക് അവിടെ വെച്ചിട്ട് പോകാൻ പറയും ഹീറോ. അവനെ പറഞ്ഞു വിട്ട് തൻ്റെ ലോട്ടറിയുടെ ചന്തം നോക്കിയിരിക്കുമ്പോഴാണ് വലുക്കനൊരു കാറ്റടിക്കുന്നത്. വലുക്കനെന്ന് പറഞ്ഞാൽ ശക്തമായ. ഈ കാറ്റത്ത് ആ ലോട്ടറി പറന്നുപോയി. പറന്നത് കറക്റ്റ് ബോർഡറിലുള്ള കമ്പിവേലിയുടെ മണ്ടേ ചെന്നിരിക്കുക. ദൈവത്തോടും ലോട്ടറിയോടും കെഞ്ചി താഴവാന്ന് പറഞ്ഞ് അപേക്ഷിച്ച് ഹീറോ നിൽക്കുമ്പോൾ വീണ്ടും ഒരു കാറ്റടിച്ചു. ഇത് ആകാശത്തേക്ക് പറന്നുയരുന്നു, നേരെ നോർത്ത് കൊറിയയിലേക്ക്. ഹീറോ നിസ്സഹായനായിട്ട് നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റാതെ. ഇത് പോയി വീഴുന്നത് നോർത്തിലെ മറ്റൊരു ഹീറോയുടെ അടുത്തേക്കാണ്. അയാൾ ആദ്യം അത് കാര്യമാക്കില്ല, എടുത്ത് വലിച്ചെറി. പക്ഷെ ഈ സാധനം പോകാതെ തുടർന്ന് പുറകെ വരുന്നുണ്ട് കാറ്റടിച്ച്. എന്നാൽ പിന്നെ എടുത്ത് നോക്കാന്ന് കരുതി പുള്ളിക്കാരൻ ആ ലോട്ടറിയും കൊണ്ട് തൻ്റെ കൂട്ടുകാരനുള്ള മുറിയിലേക്ക് വരുന്നു. ആ സമയത്ത് ഒരു ജർമ്മൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരൻ കമ്പ്യൂട്ടറിൽ. ഈ ജർമ്മൻ സിനിമയുടെ ഡയലോഗ്സ് കേൾക്കുമ്പോൾ നമ്മുടെ നോർത്തിലെ ഹീറോ ഒരു 100 തവണ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ജർമ്മൻ ഡയലോഗ്സ് മുഴുവൻ ഈ ഹീറോയ്ക്ക് കാണാപ്പാടാം. അതെല്ലാം അവനിങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കൂട്ടുകാരൻ അതിശയിക്കും, ഞാനൊരു 100 തവണ കണ്ടതാ, അതുകൊണ്ട് എല്ലാം എനിക്ക് മനപ്പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോ, എനിക്കൊരു സാധനം കിട്ടി, സൗത്ത് കൊറിയയിൽ നിന്ന് പറന്നു വന്ന ഒരു പേപ്പറാ, ഇതെന്താണെന്ന് നീ നോക്കിയിട്ട് പറയടാന്ന് പറഞ്ഞ് കൂട്ടുകാരൻ്റെ കൈ കൊടുക്കും. കൂട്ടുകാരൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി അതൊരു ലോട്ടറി ടിക്കറ്റാ. ഇതെന്തിനാണോ പറന്നു വന്ന്? എന്തായാലും നറുക്കെടുപ്പ് ഇന്നായതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ നെറ്റിൽ ഇതിന്റെ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നു. നോക്കിക്കഴിഞ്ഞ് ആകെ വിളറി വെളുത്തു. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഈ ടിക്കറ്റിനാണ് 1ാം സമ്മാനം, നമ്മളിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇവർ പരസ്പരം മുഖത്ത് നോക്കി അന്താളിച്ച് നിൽക്കുക. അന്ന് വൈകിട്ട് ഹീറോ ആരും കാണാതെ ഈ ബോർഡർ വേലിക്ക് താഴെ മണ്ണ് മാന്തി പറിച്ചിട്ട് നേരെ നോർത്തിലേക്ക് കടന്നു വരും. ഈ നോർത്തും സൗത്തും തമ്മിൽ ആ ബോർഡർ ഇവർ പിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട്. അത് ഫ്രീ കൊറിയ എന്നാ പറയുക. അങ്ങോട്ട് ആരും കടന്നു പോകാൻ പാടില്ല, ആ ബോർഡർ ഇവർ പരസ്പരം ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 2 ഭാഗത്തെ പട്ടാളക്കാരും ആ ഫ്രീ സ്പേസ് മുഴുവൻ മൈനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാല് തട്ടിയാൽ പൊട്ടിത്തെറിക്കും. ഹീറോ ആ മൈനിലൊന്നും പെടാതെ എങ്ങനെയൊക്കെയോ നോർത്തിന്റെ ബോർഡറിലേക്ക് എത്തി. ഈ ടിക്കറ്റ് വീഴാനുള്ള ഭാഗത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോഴായിരിക്കും പൊന്തക്കാട്ടിന്ന് ഒരു പെരുത്ത പുൽച്ചാടി എഴുന്നേറ്റ് വരുന്നു. തോക്ക് താഴെ ഇടറാ, ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹീറോ ചോദിക്കും, താൻ ആരാ, തനിക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പൊ നോർത്തിലെ ഹീറോ തോക്ക് താഴെ വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വാ, എന്തായാലും നീ ഇത്ര ദൂരം വന്നതല്ലേ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടെന്ന് പറയും. നോർത്ത് ഹീറോയുടെ പേര് ലീന. നീ സൗത്തിൽ നിന്ന് വരികയല്ലേ, എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, ഒരു പീസ് പേപ്പർ, ഇതിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. നീ ആ സമ്മാനം മേടിക്കാൻ സഹായിച്ചാൽ 10% കമ്മീഷൻ നിനക്ക് തരാം. ഇതാണ് സാധനം എന്ന് പറഞ്ഞ് ലീ അത് നമ്മുടെ പാർക്കിന് കാണിച്ചു കൊടുക്കും. പാർക്ക് ഇത് കണ്ടുടനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ നന്ദി, നീ എൻ്റെ സാധനം എനിക്ക് കാണിച്ചു തന്നു. അവസാനം അത് കൈ കിട്ടി എങ്ങോട്ടും പോയില്ല. നോർത്തിലെ പട്ടാളക്കാരാ, അതെൻ്റെ സാധനമാണ്. ഞാനിപ്പോൾ നല്ല സ്വഭാവത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നീ അതെനിക്ക് തന്നോ, അല്ലെങ്കിൽ നിന്റെ രാജ്യം മൊത്തം ഞാൻ ഇല്ലാതാക്കും. മനസ്സിലായോ? മിണ്ടാതെ എനിക്ക് തന്നോ. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നു. ഇത് കേൾക്കുമ്പോൾ പാർക്ക് പറയും, നീ എൻ്റെ രാജ്യം ഇല്ലാതാക്കോ? എന്നാൽ ഇല്ലാതാക്കടാ, കാണിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ. ഇത് അവൻ്റെതാണ് പോലും. എൻ്റെ കയ്യിൽ കിട്ടിയ സാധനം എൻ്റെയാ, ഞങ്ങളുടെ മണ്ണിൽ വീണ സാധനം ഞങ്ങളുടേതാ, അത് നിനക്ക് ഒരു അവകാശമില്ല. ഇവരിങ്ങനെ വഴക്കുണ്ടാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നോർത്ത് സൈഡിൽ നിന്ന് ഡേഞ്ചർ ഡിറ്റക്റ്റ് ആവുന്നു. ഇവർ 2 പേരും ഇനി ആ സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. അപ്പം ലീ ചോദിക്കും, ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിനക്കവിടെ ഡ്യൂട്ടി? 3 ദിവസം കഴിയുമ്പോൾ. എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാം. അപ്പം ഇതിലൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് ലീ തിരിച്ചു പോകും. ഹീറോയും തിരിച്ച് അവൻ്റെ ക്യാമ്പിലേക്ക് വരുന്നു. പിറ്റേന്ന് ക്യാപ്റ്റൻ നമ്മുടെ പാർക്ക് ഹീറോനെ വിളിച്ചിട്ട്, നീ രാത്രിയൊക്കെ എന്താണ് പ്രാന്തനം പോലെ നടക്കുന്നു? ആ മൈൻ ഫീൽഡിലേക്ക് നിന്നെ ആരെ പോകാൻ പറഞ്ഞ്? അതിൽ കൂടെയൊക്കെ എന്തിനു നടന്ന്? ഇനിയും കുറച്ച് നാളല്ലേ ഉള്ളൂ നിന്റെ സർവീസ്. ഇവിടുന്ന് വിട്ടു പോകുന്നതുകൊണ്ടാണോ നിനക്ക് ഈ മെന്റൽ ഇഷ്യൂസ് ഒക്കെ വന്നിരിക്കുന്നത്? ഇത് കേട്ടിട്ട് ഹീറോ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറയുന്ന പോലെ മെന്റൽ പ്രശ്നമൊന്നുമില്ല, എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്നു? പിന്നെന്തിനാണ് ആ പട്ടിയെ പോലെ നീ മണ്ണ് തോണ്ടിയിട്ട് അപ്പുറത്തെ കളത്തിൽ പോയത്? നീ വല്ല ചാരനുമാണോ? ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഞാൻ മെയിൻ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് നിന്നെ ഇവിടുന്ന് മാറ്റാൻ പറയും. ഇതിൽ കാര്യമായ എന്തൊരു കുഴപ്പമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹീറോ ക്യാപ്റ്റൻ്റെ അടുത്ത് വന്നിട്ട്, ക്യാപ്റ്റൻ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, ഞാൻ സത്യം പറയാം,
എനിക്ക് ലോട്ടറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ആ ലോട്ടറി നേരെ പറന്ന് നോർത്ത് കൊറിയൻ പട്ടാളക്കാരൻ്റെ കയ്യിൽ കിട്ടി. ഇപ്പം അത് തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ പറയാ കിട്ടിയത് കിട്ടിയവന്റെ അവകാശ, എനിക്ക് തരാൻ പറ്റില്ലെന്ന്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുക. ഇത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ ശരിക്കും ഇവനെ പ്രാന്താന്ന് വിചാരിച്ചിട്ട് മെല്ലെ മെന്റൽ ഹോസ്പിറ്റലിൽ വിളിച്ച്, സാർ എത്രയും പെട്ടെന്ന് ഒരു ചെറിയ പെട്ടി ഓട്ടോറിക്ഷയെങ്കിലും അയക്കണം, അവന് മൂത്ത മട്ടാണ്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിയാണെന്ന് പറയും. ഹീറോ ഇത് കേട്ടിട്ട് ഉടനെ ഫോൺ എടുത്ത് കാണിക്കുകയാണ്. സാർ ഞാൻ പറഞ്ഞ സത്യം, എനിക്ക് പ്രാന്തൊന്നുമില്ല, ഇതാണ് ആ ലോട്ടറി, ഇത് വിൻ ചെയ്ത ലോട്ടറിയാന്ന് പറഞ്ഞ് ഹീറോ ആ ലോട്ടറിയുടെ ഫോട്ടോ എടുത്തു വെച്ചത് ക്യാപ്റ്റന് കാണിച്ചു കൊടുക്കും. അതിൽ അടുത്തൊരു ഫോട്ടോയും ഉണ്ടെന്ന് പറഞ്ഞ് മറിച്ച് നോക്കുമ്പോൾ മറ്റേ നോർത്ത് കൊറിയൻ പട്ടാളക്കാരൻ ആ ലോട്ടറിയും പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയും കൂടെ ഇതിന്റെ കൂടെ തന്നെയുണ്ട്. സോ ഹീറോ പറയുന്നത് സത്യമാണെന്ന് ക്യാപ്റ്റന് മനസ്സിലായി. ക്യാപ്റ്റൻ മറ്റൊരു പട്ടാളക്കാരനെയും കൂടെ വിളിച്ചിട്ട് ഇവര് 3 പേര് ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. ആ ലോട്ടറി വിൻ ചെയ്ത അത്രയും പണം നോർത്ത് കൊറിയയ്ക്ക് പോകാൻ പാടില്ല, അവരത് നമുക്കെതിരായി പ്രയോഗിക്കും, എങ്ങനെയും കഷ്ടപ്പെട്ട് അത് തിരിച്ചെടുത്തേ തീരും. ഇതൊരു സീക്രട്ട് ഓപ്പറേഷനായിട്ട് നമുക്ക് നടത്തണം, പുറത്താരും അറിയണ്ട. ഇന്ന് രാത്രിയല്ലേ അവൻ വീണ്ടും നിന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്, നീ അവനെ മീറ്റ് ചെയ്ത് സംസാരിക്കണം. അങ്ങനെ ഇവര് പ്ലാൻ എല്ലാം ചെയ്ത് നിൽക്കുമ്പോൾ അന്ന് രാത്രി നമ്മുടെ നോർത്തിലെ ഹീറോ ലീയും കൂട്ടുകാരനും കൂടെ വേലിയും പൊളിച്ച് ഇങ്ങോട്ട് വരാനുള്ള പ്ലാനില്ല. ലീ പറയും, ഞാൻ ആദ്യം പണം നാടിന് കൊടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ ഇവര് ശമ്പളം പോലും നമുക്ക് നേരെ തരുന്നില്ല. എനിക്കൊരു വീട് വെക്കണം, അച്ഛനും അമ്മേനെ നോക്കണം, എൻ്റെ അനിയത്തിയെ നല്ലൊരു പാട്ടുകാരിയാക്കണം, അതൊക്കെ ഈ പണം കിട്ടിയാലേ നടക്കും. കൂട്ടുകാരൻ പറയും, എൻ്റെ അച്ഛനൊരു വെപ്പ് വല്ല വെച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം, ഈ പണം കിട്ടിയാൽ നമുക്കത് നടക്കും. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ആ സൗത്ത് കൊറിയൻ്റെ മണ്ട തല്ലി പൊളിച്ചിട്ടാണെങ്കിലും ഈ കാശുണ്ടാക്കിയിട്ട് വാ, ഞാനിവിടെ കാവൽ നിൽക്കാമെന്നും പറഞ്ഞ് നോർത്ത് കൂട്ടുകാരൻ ലീയെ കളത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ സമയത്ത് ഹീറോയും ഹീറോയുടെ ടീമും കൂടെ അവനെ മീറ്റ് ചെയ്യാൻ പോവാ. പോകുന്ന വഴിക്ക് ക്യാപ്റ്റൻ പറയും, എനിക്കൊരു മോളുണ്ട്, അവളുടെ വലിയ ആഗ്രഹമാണ് പിയാനോ വാങ്ങിക്കണമെന്ന്. ഒരച്ഛനായി എനിക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അവൾ എല്ലാ ദിവസവും അതിന്റെ പടമൊക്കെ വരയ്ക്കും. പാവം കുട്ടി, അവൾക്ക് എന്തെങ്കിലും ചെയ്യണം. ക്യാപ്റ്റൻ പറഞ്ഞു വരുന്ന ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോ പറയും, സാർ ഞാനൊരു 10% നിങ്ങൾക്ക് തരാം. ക്യാപ്റ്റൻ വീണ്ടും സംസാരിക്കുക, എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, മെഡിക്കൽ ബില്ലൊക്കെ കൂടുതലാ, അമ്മയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ഇരുത്തേണ്ടി വരും, പാവാസ്ത്രീ, അതിനെ നോക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, സാർ ഒരു 15% തരാം, അതിലും കൂടുതൽ ചോദിക്കരുത്, ദയവ് ചെയ്ത്. 15 കേട്ടപ്പോൾ ക്യാപ്റ്റന് സന്തോഷമായി. സർജൻ പാർക്ക്, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, എല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, പേടിക്കണ്ട കണ്ണ, വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവാം. പോകുന്ന വഴിക്ക് വേറൊരു കൂട്ടുകാരനുണ്ടല്ലോ. ഹീറോ ആ കൂട്ടുകാരനോട് ചോദിക്കും, നിനക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഏതാന്ന്? അവൻ പറയും 7. എന്നാൽ പിന്നെ നിനക്ക് 7% എന്ന് പറയുമ്പോൾ, സോറി ഞാൻ തെറ്റിച്ച് പറഞ്ഞ, എനിക്ക് ഇഷ്ടപ്പെട്ട നമ്പർ 10. അപ്പോൾ 10% തന്നേക്ക്. അങ്ങനെ 2 കൂട്ടുകാർക്കും കൂടെ 25% ഒതുക്കണം. ഇനിയിപ്പോൾ ഇവർ വേലി പൊളിക്കാതെ ഗേറ്റ് തുറന്ന് മറുവശത്തേക്ക് പോകാനുള്ള പ്ലാന്. അപ്പോൾ ഈ ഗേറ്റ് ഓൾറെഡി തുറന്നിട്ടുണ്ട്. ആരാണ് പോയിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈ ഫ്രീ കൊറിയ ഏരിയയിലേക്ക് പോകാൻ ഒരാൾക്ക് മാത്രമേ അനുവാദമുള്ളൂ, അത് സപ്ലൈ ഓഫീസർക്കാ. കാരണം ഫ്രീ കൊറിയ ഭാഗത്താണ് 2 ആർമിക്കാർക്കും വാട്ടർ സപ്ലൈ പോകുന്ന കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് സപ്ലൈ ഓഫീസർക്ക് അവിടെ ഫ്രീ ആയിട്ട് പോവാം, എതിർഭാഗത്തുള്ള സപ്ലൈ ഓഫീസർക്കും അവിടെ ഫ്രീ ആയിട്ട് നടക്കാം. ഈ ഫ്രീ കൊറിയ ഏരിയയിൽ അറ്റാക്ക് നടത്താൻ പാടില്ല, അതാണ് നിയമം. ഇപ്പൊ ഹീറോ ബോർഡറും കടന്ന് ലീന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ലീയോട് പറയും, ഇവിടെ ഒരു ലോസ്റ്റ് പ്രോപ്പർട്ടി ആക്ട് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ, അതായത് കാണാതായ സാധനം തിരിച്ചു കൊടുത്താൽ 20% കമ്മീഷൻ കിട്ടും. താൻ ആ ടിക്കറ്റ് താ, ഞാൻ പ്രൈസ് ക്ലെയിം ചെയ്യാം. എന്റെ സാധനം കാണാതായതുകൊണ്ട് അതിൽ 20% നിനക്ക് കിട്ടും, അതാണ് റൂള്. ഇവിടെ ആ റൂളുണ്ട്, പിന്നെന്താ കുഴപ്പം? ഇത് കേൾക്കുമ്പോൾ നോർത്ത് ഹീറോ ചിരിച്ചിട്ട്, നീ പോയി നിന്റെ പണി നോക്കടാ, കിട്ടിയത് എനിക്കാ. എന്നിട്ട് അവൻ അവകാശം പറയാൻ വന്നിരിക്കുന്നു. ഇതെങ്ങനെയാ നേടിയെടുക്കേണ്ടതെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുമ്പോൾ പാർക്ക് ഹീറോ പറയും, നീ എന്ത് ചെയ്താലും നിനക്ക് ആ പ്രൈസ് മണി കിട്ടില്ല, സൗത്ത് കൊറിയൻ ID വേണം അതിന്, നിന്റെ കയ്യിൽ ആ ID ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ആ പണം കിട്ടും? ആർക്കും ഉപയോഗമില്ലാതാക്കണ്ട. ഇത് കേൾക്കുമ്പോൾ ലീ പറയും, നോർത്തൻ പറയും, എനിക്കും കാര്യങ്ങളുടെ വശപ്പശകൊക്കെ അറിയാം, ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സ്വന്തക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, അവരെ വെച്ചിട്ട് ഞാനിത് ക്ലെയിം ചെയ്തെടുത്തോളാം, നീ എന്നെ ഒരുപാട് സഹായിക്കണ്ട എന്നും പറഞ്ഞ് നോർത്തൻ തിരിച്ച് അവന്റെ സ്ഥലത്തേക്ക് തന്നെ വരിക. കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ പറയും, അവന്മാര് വെറും നാറികളാ, ചെറിയ പങ്കേ തരുള്ളൂ എന്നാ പറയുന്നത്. അത് നടക്കില്ല, നമുക്കിവിടെ സൗത്തിൽ ബന്ധമുള്ള ആരെങ്കിലും ആദ്യം കണ്ടുപിടിക്കണം. ഇതും പറഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ ഇവർക്കൊരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അയാൾ ലീനിയും കൂട്ടുകാരനെയും കാണും. ഈ രാത്രി സമയത്ത് ഫ്രീ കൊറിയയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തടാ? നിങ്ങൾ ചാരന്മാരാണോ? നാടിനെ വഞ്ചിക്കാൻ വേണ്ടി വന്നാണോ? ഇവിടെ വെച്ച് തന്നെ നിങ്ങളെ കൊല്ലുവിടാന്ന് പറഞ്ഞ് ഇങ്ങനെ തോക്കെടുത്ത് വെടിക്കാൻ നേരം കൂട്ടുകാരനുള്ള കാര്യം പറയും. സാർ, ഈ മണ്ടനൊരു കൊറിയൻ ലോട്ടറി കിട്ടി സാർ, അതിൽ 1ാം സമ്മാനം കോടികളാണ്, അതെങ്ങനെയെങ്കിലും സൗത്തിൽ കൊടുത്ത് ആ പണം കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയത്. ലീ മുന്നോട്ട് വന്നിട്ട് പറയും, സാർ നിങ്ങൾക്കൊരു പങ്ക് തരാം, $6 മില്യൺ ആണ് അതിൽ പ്രൈസ് ആയിട്ടുള്ളത്. ഒരു കൊറിയൻ സോൾജറുടെ കയ്യിൽ നിന്ന് അത് പറന്നു വന്ന് ഞങ്ങളെ കയ്യിലേക്ക് കിട്ടിയതാ, അതിനൊരു പങ്ക് തരാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പേഴ്സൻറ്റേജ് സംസാരിക്കുകയായിരുന്നു. ഈ പണത്തിന്റെ കൗണ്ട് കേൾക്കുമ്പോൾ ക്യാപ്റ്റന്റെ മൈൻഡ് മാറും. ഈ സമയത്ത് ഹീറോയും കൂട്ടുകാരൻ തിരിച്ചു വന്ന് അവന്റെ ക്യാപ്റ്റനോട് പറയാണ്, സാർ നെഗോഷിയേഷൻ വിചാരിച്ചതുപോലെ പോയില്ല, നമ്മളിനി എന്താ ചെയ്യുക? ക്യാപ്റ്റൻ പറയും, കുഴപ്പമില്ല,
അവന്മാർ വീണ്ടും നമ്മുടെ അടുത്ത് വന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ചെയ്യേണ്ട സമയത്ത് വൃത്തിയായിട്ട് ചെയ്യണം. നാളെ കാലത്ത് നമുക്കത് ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ് പിറ്റേന്ന് ക്യാപ്റ്റൻ തന്നെ കൺട്രോൾ റൂമിൽ വന്നിട്ട്, പ്രിയപ്പെട്ട നോർത്ത് കൂട്ടുകാരെ, സ്നേഹമുള്ള മനുഷ്യർ തമ്മിൽ പരസ്പരം കാണുന്നത് നാടിനും വീടിനും ജീവജാലങ്ങൾക്കും നല്ലതാണ്. എന്തുകൊണ്ടാണ് ഒരു കണ്ടുമുട്ടലിന് നിങ്ങൾ സമ്മതിക്കാത്തത്? നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഉറങ്ങാത്ത എൻ്റെ നോർത്ത് കൂട്ടുകാരെ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ക്യാപ്റ്റൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഓപ്പോസിറ്റുള്ള കൺട്രോൾ റൂമിലേക്ക്, ടവറിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നോർത്തേൻകാര് അവരെ ടവർ ഹൗസിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞു. അവരെ കൂട്ടത്ത് 3 ആൾക്കാരുണ്ടെന്ന് ഹീറോ കിങ് ക്യാപ്റ്റന് മനസ്സിലായി. അവർ 3 പേരും കൂടെ ചേർന്ന് എന്തൊക്കെയോ അക്ഷരങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല നമ്മുടെ സൗത്തന്മാർക്ക്. എന്നാലും അവരത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഡീകോഡ് ചെയ്യാണ് അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചത്. അവസാനം ഡീകോഡ് ചെയ്ത് കാര്യം മനസ്സിലായി. ജോയിന്റ് സപ്ലൈ ഏരിയ. 2 ടീമുകൾക്കും വെള്ളം പോകുന്ന ഒരു സ്ഥലത്തു നിന്നാണല്ലോ ഫ്രീ കുറിയെന്ന്. ആ വാട്ടർ സപ്ലൈ ഏരിയ വെച്ച് തമ്മിൽ സംസാരിച്ച് ഡീൽ ഉറപ്പിക്കാമെന്നാണ് നോർത്തേൻകാർ ഉദ്ദേശിക്കുന്നത്. സോ ഹീറോയും ടീമും കൂടെ ആ വാട്ടർ സപ്ലൈ ഏരിയയിലേക്ക് പോകും. അതിനകത്ത് നമ്മുടെ നോർത്തന്മാരും ഉണ്ടാവും 3 പേര്. എല്ലാവരും കൂടെ ഒരു ടേബിളിലിരുന്ന് ഡിസ്കഷനാണ്. അതിൽ നോർത്തിന്റെ ക്യാപ്റ്റൻ പറയും, നിങ്ങളുടെ ലോസ്റ്റ് ആക്ട് ഒന്നും ഞങ്ങളുടെ നാട്ടിൽ വില പോവില്ല. ലോട്ടറി ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ അവകാശം ഞങ്ങൾക്കാ. ശരിയായ പങ്ക് തന്നില്ലെങ്കിൽ ഈ ലോട്ടറി ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഇത് കേൾക്കുമ്പോൾ സൗത്ത് ഹീറോ പറയും, നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, ലോട്ടറിക്ക് ടാക്സ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയോ? മൊത്തം 9 മില്യൺ ഉണ്ടെങ്കിലും കയ്യിൽ 4 മില്യണേ കിട്ടുള്ളൂ. ബാക്കിയെല്ലാം ടാക്സ് ആയിട്ട് പോകും. ഇവർ ആ ടാക്സിന്റെ ചാർട്ട് കാണിച്ചു കൊടുക്കും. നോർത്തന്മാരുടെ കയ്യിലാണെങ്കിൽ പ്രൊജക്ടർ തന്നെയുണ്ട്. അവരെ കയ്യിൽ ടെക്നോളജി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ കളിയാക്കിയതാണല്ലോ. അതുകൊണ്ട് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രൊജക്ടർ കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിയുള്ള നാട്ടുകാർ പവർ പോയിന്റ് ഉപയോഗിച്ചാൽ നോർത്ത് കൊറിയ ഉപയോഗിക്കുന്നത് സ്ട്രോങ് പോയിന്റ്. പവറിന് പകരം സ്ട്രോങ് പോയിന്റ് അത്രേ. ഇവർ അതിലെ കണക്കൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് തക്കതായ പ്രതിഫലം തന്നില്ലെങ്കിൽ ഈ ലോട്ടറി ഞങ്ങൾ തിരിച്ചു തരില്ല. സൗത്ത് കൊറിയ ആണെങ്കിൽ 20% മുകളിൽ ഒരൊറ്റ ഇഞ്ച് കൂട്ടില്ല എന്നും പറയും. എന്നാൽ പിന്നെ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നോർത്തുകാർ എഴുന്നേറ്റ് പോകാൻ നിൽക്കുക. അപ്പോൾ സൗത്ത് പട്ടാളക്കാർ ഞങ്ങളുടെ പണം അടിച്ചു മാറ്റാൻ നാണമില്ലേടാന്ന് ചോദിച്ചിട്ട് ഇവർ ഇൻസൾട്ട് ചെയ്യും. നോർത്തന്മാർ പറയും, നിങ്ങളുടെ നാറിയ പണം ഞങ്ങൾക്ക് വേണ്ടടാ, ഞങ്ങൾ ഈ ടിക്കറ്റ് കത്തിച്ച് കളയാൻ പോവാണെന്ന്. ഇങ്ങനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കായി. ഇപ്പം മാറിയിരുന്ന് 2 ടീമും തമ്മി ഡിസ്കസ് ചെയ്യുക. സൗത്ത് ടീം നമ്മളവരെ ഒരുപാട് ചൊറിഞ്ഞാൽ അവരത് കത്തിച്ച് കളയും. പിന്നെ ആർക്കും ഒരു ഉപയോഗം ഇല്ലാതാവും. അതുകൊണ്ട് അവർ പറയുന്ന എന്ത് ഡീലാണെങ്കിലും നമുക്ക് ഉറപ്പിക്കാം, 70% അവർക്ക് കൊടുക്കാം. ഇത് ഡീല് പറഞ്ഞതിന് ശേഷം ആ ടിക്കറ്റ് കയ്യിൽ വന്നാൽ പിന്നെ ഇവന്മാർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ആരറിയാൻ പോകുന്നു? പോയി പണി നോക്കാൻ പറയണം. ആ ടിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ അവന്മാരെന്ത് പറഞ്ഞാലും നമ്മൾ ഓക്കെ പറയാമെന്ന് പറഞ്ഞ് ഇവരൊരു തീരുമാനത്തിലെത്തും. അപ്പം നോർത്തൻകാരാണെങ്കിൽ 10% 10% കിട്ടുന്നത് പോരെ, അതിന് ധാരാളം പണം ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ കത്തിച്ച് കളഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? നമുക്ക് ഡീലിന് ഉറപ്പ് പറയാം എന്നും പറഞ്ഞിട്ട് ഇവർ വീണ്ടും ഒരുമിച്ച് കൂടി ടേബിളിന് ചുറ്റിയിരിക്കുക. ഞങ്ങൾ ഡീലിന് ഉറപ്പാണെന്ന് നോർത്തൻകാർ പറയും. അപ്പോൾ സൗത്ത് എന്നാൽ പിന്നെ ഫിക്സ് ചെയ്യാം, 70% നിങ്ങൾക്കും 30% ഞങ്ങൾക്കും. അത് കേൾക്കുമ്പോൾ അവർ തന്നെ ഷോക്കാവും. നോർത്തുകാർ, ഞങ്ങൾക്ക് 70%? സൗത്ത് ക്യാപ്റ്റൻ, അതെ, നിങ്ങളുടെ നാട്ടിലെ അവസ്ഥയും ദാരിദ്ര്യമൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് 70% അങ്ങോട്ട് തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. 30 ഞങ്ങൾക്ക് മതി, ഞങ്ങളതിന് തയ്യാറാണെന്ന് പറയും. നോർത്തുകാർ, എന്നാൽ പിന്നെ നമുക്കൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യാം. എന്തിനും ഒരു ഉറപ്പ് വയ്ക്കുന്നത് നല്ലതല്ലേ? എഗ്രിമെന്റ് എഴുതാന്ന് പറഞ്ഞ് ഇവരൊരു പേപ്പറിൽ ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ട് 2 ക്യാപ്റ്റന്മാരും തമ്പ് വയ്ക്കും. എന്നിട്ട് പരസ്പരം കൈമാറും. എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ ലോട്ടറി ടിക്കറ്റ് തിരിച്ചു കൊടുത്താൽ മതി. നമ്മുടെ നോർത്ത് ക്യാപ്റ്റൻ സൗത്തിന്റെ കയ്യിലേക്ക് നോർത്ത് ടിക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നോർത്ത് ലീക്കൊരു സംശയം. ഇവന്മാരുടെ നോട്ടവും എക്സ്പ്രഷനൊക്കെ കണ്ടിട്ടൊരു സംശയം. സർ, 1 മിനിറ്റ്, നമ്മൾ ഈ ലോട്ടറി കൊടുത്തതിന് ശേഷം ഇവന്മാർ വാക്ക് മാറ്റിയാലോ, നമ്മളെ പറ്റിച്ചാലോ, പിന്നെ എങ്ങനെ നമ്മൾ ചോദിക്കും? ഇത് കേൾക്കുമ്പോൾ നോർത്ത് ക്യാപ്റ്റനും കാര്യം മനസ്സിലായി. അതെ, ഇവന്മാർ 70 തരാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും ചതി ഉണ്ടാവുന്നു. നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നോടാ, ഒരുത്തനെയും വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഇയാൾ ആ ചീട്ട് തിരിച്ചു വലിക്കാൻ നിൽക്കുക. എന്നാൽ സൗത്ത് ക്യാപ്റ്റൻ വിടുന്നില്ല. അടങ്ങി ഒതുങ്ങി ലോട്ടറി തന്നോ, അല്ലെങ്കിൽ ഒരുത്തനെയും ഞങ്ങൾ ജീവനോടെ പോകാൻ അനുവദിക്കില്ല. ആ ലോട്ടറി ഇങ്ങ് താടാന്ന് പറഞ്ഞ് 2 പേരും തമ്മിൽ മൂർച്ഛിച്ച് അടിയായി. ഇപ്പം ആ ലോട്ടറി കീറിക്കളയുമോ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് അത് നിലത്തേക്ക് വീഴും. വീണുടനെ ഇവരെല്ലാം ചാടി പിടിച്ച് അതെടുക്കാൻ നോക്കുക. കത്തിച്ചു വെച്ച മെഴുകുതിരി അണഞ്ഞുപോയി. ഇപ്പം ഇരുട്ടത്ത് തമ്മിൽ അടിയായിരിക്കും എല്ലാവരും പരസ്പരം. അപ്പോഴാണ് സ്വിച്ച് ഓൺ ചെയ്ത് നമ്മുടെ സൗത്തിലെ സപ്ലൈ ഓഫീസർ അങ്ങോട്ട് വരുന്നു. ഈ 2 ടീമുകളും തമ്മിൽ അടിയുണ്ടാക്കുന്ന പുള്ളിക്കാരൻ കണ്ടു. ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങോട്ട് വരുന്ന നമ്മുടെ ഈ ടീംസാണ് പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ വഴക്ക്, പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവരുള്ള കാര്യം പറയും. അപ്പോൾ സപ്ലൈ ഓഫീസറാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഇതൊരു യുദ്ധക്കളായി മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 പേർക്കും കുറവില്ലാതെ, പക്ഷാഭേദമില്ലാതെ ഒരു ഡീൽ ഉറപ്പിക്കാം.
ഈ ടിക്കറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, എത്ര രൂപയാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല, എൻ്റെ അടുത്തേക്ക് ഇത് പറന്നു വന്നാണെന്ന്. അത് കേട്ട ഉടനെ നോർത്തന്മാർക്ക് ദേഷ്യം വരും. എടാ നാറി, പറന്നു വന്ന് കൈ കിട്ടിയതിനാണോ നീ അവകാശം പറഞ്ഞു? അതേപോലെ തന്നെയല്ലേ ഞങ്ങളുടെ കയ്യിലും കിട്ടിയത്. ഇത് കേൾക്കുമ്പോൾ സപ്ലൈ ഓഫീസർ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവൻ്റെ കയ്യിലേക്കും ഇത് പറന്നു വന്ന് കിട്ടി, നിങ്ങളുടെ കയ്യിലേക്കും ഇത് പറന്നു വന്ന് കിട്ടി, രണ്ടുപേർക്കും തുല്യ അവകാശം, 50-50 സ്പ്ലിറ്റ് ചെയ്യാം. സമ്മതല്ലേന്ന് ചോദിക്കുമ്പോൾ അവർക്ക് സമ്മതമാണ്. ഇനിയിപ്പോൾ ഡീലിൽ പരസ്പരം ചതിക്കാതിരിക്കാൻ വേണ്ടി രണ്ടുപേരെ ഭാഗത്തും കസ്റ്റഡിക്ക് ഒരാളെ വേണം. ഒരു സോൾജറിന് ഇങ്ങോട്ട് കൊടുക്കുന്നു, മറ്റൊരു സോൾജറിന് അങ്ങോട്ട് കൊടുക്കുന്നു. സൗത്തുകാർ പണം എടുത്തുകൊണ്ട് വന്ന് 50% നോർത്തുകാർക്ക് കൊടുക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ സ്വാപ്പ് ചെയ്യും. എന്നാൽ പിന്നെ പരസ്പരം പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, വിശ്വാസത്തോടെ ഈ ഡീല് തീർക്കാം. എന്തു പറയുന്നു? നോർത്തുകാർ പറയും ഞങ്ങൾ സമ്മതാണെന്ന്, സൗത്തും സമ്മതാണെന്ന് പറയും. എന്നാൽ ഇവർ ഡീല് തീരുന്നത് വരെയുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാൻ ഒരു മീഡിയം വേണമല്ലോ. അതിനെന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ സപ്ലൈ ഓഫീസർ ഈ രണ്ട് രാജ്യവും തമ്മിൽ അടിയന്തരാവസ്ഥയിൽ കണക്ട് ചെയ്യിക്കാനുള്ള ഒരു വയേർഡ് ഫോണുണ്ട്. അത് രഹസ്യമായിട്ടാണ് രണ്ട് ഓഫീസുകളിലുള്ളത്. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ച് പരസ്പരം കോൾ ചെയ്താൽ മതി, സംസാരിക്കാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ ഇവർ ഡീൽ ഉറപ്പിച്ച് തിരിച്ചു വരികയാണ്. രണ്ട് നാട്ടുകാരും അവരെ ക്യാമ്പിലേക്ക് തിരിച്ചുപോയി. ഇനിയിപ്പോൾ ഇവർ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഓഫീസറെ തിരഞ്ഞെടുക്കണ്ടേ? ക്യാപ്റ്റനും ഹീറോയൊക്കെ നിന്നിട്ട് അതിനാരാണ് പോവുക എന്നുള്ള തിരഞ്ഞെടുപ്പില്ല. കൂട്ടുകാരൻ പോലീസ് പറയും, എനിക്ക് നോർത്തുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ ചൊങ്ഡാം ഡാങ് ഡോങ് എന്ന് വരികയാണ്, അത് സോൾ നഗരത്തിലാണ് ഉള്ളത്, എനിക്ക് നോർത്തിലെ ഭാഷയെ അറിയില്ല. ഹീറോ ആണെങ്കിൽ ഗ്വങ്ഡോങ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആ സ്ഥലമായിട്ട് നോർത്തിന് ബന്ധമുണ്ടല്ലോ, നിനക്ക് ഭാഷ അറിയാം, നീ അങ്ങോട്ട് പോയിക്കോന്ന് പറയും. എന്നാൽ ഹീറോ അതിന് സമ്മതിക്കില്ല. സാർ, എൻ്റെ നാടിന് നോർത്തുമായിട്ട് ഒരു ബന്ധവുമില്ല, അത് സോൾ സിറ്റീനേക്കാൾ അകലെയാണ് ഉള്ളത്, എന്നെ പറഞ്ഞു വിടല്ലേ, ഞാൻ അവിടെ പോയാൽ പെട്ടുപോവുകയുള്ളൂ. ഇവനെ തന്നെ പറഞ്ഞു വിട്, ഇവനാവുമ്പോൾ എളുപ്പാ, കുറച്ച് ബുദ്ധിയുണ്ട്, എനിക്ക് ബുദ്ധിയും പോരാ സാർ, എന്നെ വെറുതെ വിടണമെന്ന് പറയും. ഇങ്ങനെ ഇവർ തമ്മി വഴക്കാവുമ്പോൾ റോക്ക് പേപ്പർ സിസർ കളിച്ചിട്ട് അതിലാരാണോ തോക്കുന്നത് അയാൾ പോട്ടെ എന്ന് പറഞ്ഞ് ഇവർ 3 പേരും കളിക്കുക. ഒരൊറ്റ റൗണ്ട് കളിച്ചാൽ മതി, അതിൽ തോറ്റാ പോവാന്ന് പറഞ്ഞിട്ട് കളിക്കും. കളിച്ചു നോക്കുമ്പോൾ ഹീറോയാണ് തോൽക്കുന്നത്. ഹീറോയ്ക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി ഒരൊറ്റ റൗണ്ട് അവസാനമായിട്ട്, എനിക്കിത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, ദയവ് ചെയ്ത് ഒരൊറ്റ റൗണ്ട് സാർ, ഇതിൽ തോറ്റാൽ ഞാൻ പിന്നെ സംസാരിക്കുകയില്ല, ദയവ് ചെയ്തെന്ന് പറയുമ്പോൾ ശരി ലാസ്റ്റ് റൗണ്ട് എന്നും പറഞ്ഞ് ക്യാപ്റ്റൻ ഹീറോയെ കെട്ടിപ്പിടിക്കുന്ന പോലെ കൂട്ടുകാരന് വിരൽ കാണിച്ചു കൊടുക്കും ഏതാ പിടിക്കേണ്ടതെന്ന്. എന്നിട്ട് വീണ്ടും ഒരു കളിക്കുക, അതിൽ ഹീറോ തോറ്റു. അപ്പൊ കൂട്ടുകാരൻ മെല്ലെ ഹീറോയുടെ അടുത്ത് പറയും, ഇത് വിധിയാണ് സർജൻ പാർക്ക്, ഇത് വിധിയാ, അതുകൊണ്ട് വിധിയോട് നീ വിളയാടാതെ നീ പോകുന്ന നല്ലതെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞുവിടാ. ഈ നേരത്ത് നോർത്തില് അവിടുത്തെ ഒരു കേണലുണ്ട്. ആള് ഭയങ്കര സ്ട്രിക്റ്റാ. ഇയാൾ അറിയാതെ ഒരു സൗത്തനെ കൊണ്ടുവന്ന് കയറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇയാൾ അറിഞ്ഞാൽ ക്യാപ്റ്റനും നമ്മുടെ നോർത്ത് കൂട്ടുകാർക്കും വലിയ പണി കിട്ടും, ചിലപ്പോൾ കൊന്നുകളയും അയാൾ. ഇയാൾ അറിയാതെ എങ്ങനെയാണ് സൗത്തനെ കൊണ്ടുവന്ന് കയറ്റുക? അതിനൊരൊറ്റ സ്ഥലമേ ഉള്ളൂ, ഫാം ഹൗസ്. ഈ പട്ടാളക്കാർക്ക് വേണ്ട ഭക്ഷണവും പാലും മുട്ടയൊക്കെ വരുന്ന സ്ഥലമാണ് ഫാം. അവിടെ ജോലിക്ക് കയറ്റുകയാണെങ്കിൽ കേണൽ അറിയില്ല. അവിടെയാണ് നമ്മുടെ നോർത്ത് ലേഡി ജോലി ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ പയ്യനുണ്ട്. ആ പയ്യന് കാട്ടിൽ നിന്ന് ഒരു പന്നിക്കുട്ടീനെ കിട്ടും. ഇങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ആയി പോയ കുട്ടിയാ. അത് പേടിച്ചിരിക്കുന്നതുകൊണ്ട് ഈ പയ്യൻ എടുത്തുകൊണ്ട് വന്നു. ഇവരെ ഫാമിലാണെങ്കിൽ നേരെ ചൊവ്വേ പാലോ മുട്ടയോ ഒന്നും കിട്ടുന്നില്ല. എല്ലാ മൃഗങ്ങളും വിഷമത്തില്ല. വിളവ് കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ആകെ മന്ദിച്ച അവസ്ഥയിലായിരിക്കും നോർത്ത് ലേഡിയും ആ കുഞ്ഞു പയ്യനും. ഈ നോർത്ത് ലേഡിയുടെ ചേട്ടനാണ് നമ്മുടെ ലീ സോൾജർ, നോർത്ത് ഹീറോ. ലീനെയാണ് നോർത്തുകാർ സൗത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഒരുക്കുന്നത്. അവിടുത്തെ പ്ലഡ്ജും അവിടുത്തെ സ്വഭാവങ്ങളും വാക്കുകളും ഇതെല്ലാം പഠിക്കണം. ക്യാപ്റ്റനാണെങ്കിൽ മെരട്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ലീനെ. ഇവിടെ പാർക്കാണെങ്കിൽ ഊണിലും ഉറക്കത്തിലും ഓരോ പ്ലഡ്ജായിട്ട് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് കാട്ടിൽ കാട്ടുപന്നി കൊച്ചിനെ കാണാണ്ട് ഒച്ചയും വെച്ച് നടക്കായിരിക്കും. അവസാനം നോർത്തുകാരന് സൗത്തിലേക്കും സൗത്തുകാരന് നോർത്തിലേക്കും മാറ്റാനുള്ള ദിവസം എത്തി. യൂണിഫോമൊക്കെ മാറ്റി രണ്ടുപേരും 2 സ്ഥലത്തേക്ക് മാറാൻ തയ്യാറായി. ലോട്ടറിയും നോർത്തുകാർ സൗത്തുകാരുടെ കയ്യിലേക്ക് കൈമാറി. ഈ സന്തോഷ ദിവസം നമുക്ക് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് നോർത്തുകാർ മദ്യം കൊണ്ടുവന്നിട്ടുണ്ട്, സൗത്തുകാർ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ച് അന്ന് രാത്രി ആഘോഷ. ഇവരൊരുമിച്ച് പന്തും കളിക്കുന്നുണ്ട്. 2 ക്യാപ്റ്റന്മാരും തമ്മിൽ അടിയാണെങ്കിലും ഇപ്പൊ ബയ്യായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പാർക്കും ലീയും പണം കിട്ടിയാ നീ എന്താ ചെയ്യാൻ പോണേന്ന് നോർത്ത് ഹീറോ സൗത്ത് ഹീറോയുടെ അടുത്ത് ചോദിക്കും. നമ്മുടെ പാർക്ക് പറയും, എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹമുള്ളത് ഒരു ഫാം തുടങ്ങാനാ, കുറേ പശുക്കളെ വളർത്തണം, പശുക്കളോടൊക്കെ എനിക്ക് സ്നേഹവും കരുണയുമാണ്, നിനക്കെന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ നോർത്ത് ഹീറോ പറയും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നല്ലൊരു വീട് വാങ്ങിക്കണം, പിന്നെ എൻ്റെ ബ്യൂട്ടിഫുൾ സിസ്റ്റർ, അവൾ നന്നായിട്ട് പാടും, അവളെ വലിയൊരു പാട്ടുകാരിയാക്കണം. ഇത് കേൾക്കുമ്പോൾ പാർക്ക് ചോദിക്കും, നിനക്ക് ബ്യൂട്ടിഫുൾ സിസ്റ്റർ ഉണ്ടോ? എന്നോട് പറഞ്ഞില്ലല്ലോ. ഉടനെ ലീ ടെൻഷൻ ആവുക. നിന്നോട് ഇതിനാണ് ഞാൻ പറയേണ്ട ആവശ്യം? എൻ്റെ കുടുംബകാരി അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? മേലിമാര് തോന്നിയ എന്നോട് പറഞ്ഞു പോരുത്, എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞ് ലീ മാറിപ്പോ. അത് കഴിഞ്ഞ് പാട്ടൊക്കെ വെച്ച് ഈ കോപക്കാർ ഡാൻസ് ചെയ്യുക. എല്ലാ പട്ടാളക്കാരും ഡാൻസൊക്കെ ചെയ്ത് പിറ്റേന്ന് സൗത്ത് ഹീറോ നോർത്തിലേക്ക് വന്നു. അവിടെയാണെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള ട്രെയിനിങ്ങാണ്. അതിൽപ്പെട്ട് ചെക്കൻ പേടിച്ചരണ്ട് നിൽക്കുകയാണ്.